പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും സ്വർണവും മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ എക്സൈസ് ഉദ്യോഗസ്ഥർ മുൻപും സമാന തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. വ്യാജ പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷമണിഞ്ഞാണ് ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ തട്ടിപ്പ് നടത്തിയത്. പിടികൂടുന്ന ലഹരിയിൽ കുറഞ്ഞ അളവ് രേഖപ്പെടുത്തി ബാക്കി പുറത്തു വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്നും പോലീസ് കണ്ടെത്തി. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഇതിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ കാണിച്ചിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതിന് കൂടുതൽ വിശദാംശങ്ങളുണ്ടോ? അനുജ, പോലീസിന്റെ അന്വേഷണത്തിൽ എക്സൈസിലെ 2 ക്രിമിനലുകളെ തന്നെയാണ് പിടികൂടിയതെന്ന് പറയാം. കാരണം ഈ സലിം യൂസഫ്, സിദ്ധാർത്ഥ എന്നിവർ ഇതാദ്യമായല്ല ഈ വ്യാജ പോലീസ് ചമഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊള്ളയടിക്കുകയും അവരുടെ പണവും മറ്റും തട്ടിയെടുക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇയാൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സലിം യൂസഫ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ VRS എടുക്കാനാണ് അപേക്ഷ നൽകിയിരുന്നത്. എന്നിട്ട് ലീവിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവരുടെ ക്യാമ്പുകളിലേക്ക് എത്തുകയും അവിടെ 56,000 രൂപയും 4 ഫോണുകളും മോഷ്ടിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെയാൾ സിദ്ധാർത്ഥ 2019 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എഞ്ചിനീയർമാരുടെ മുറിയിൽ കഞ്ചാവ് ഊതികൊണ്ട് വെച്ച് അവരെ കഞ്ചാവ് കേസിൽ കുടുക്കിയതിന് ശിക്ഷാ നടപടി നേരിട്ടയാളാണ്. ഇയാൾക്ക് എറണാകുളത്ത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ക്വാഡിലേക്ക് സ്ഥലമാറ്റവും കിട്ടിയിരുന്നു. ഇങ്ങനെയുള്ള 2 ഉദ്യോഗസ്ഥരാണ് ഈ തരത്തിൽ വ്യാജ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയത്. ഇവർ പിടികൂടുന്ന കഞ്ചാവ് ഉൾപ്പെടെ ചെറിയ അളവ് കേസിൽ കാണിച്ച ശേഷം പിന്നീട് കൂടെ അറസ്റ്റിലായ പ്രതികളെ ഉപയോഗിച്ച് പുറത്ത് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. അങ്ങനെയും പണം സമ്പാദിച്ചിരുന്നു 2 പേരുമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിവരം എക്സൈസിലെ പല ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു. മുന്നറിയിപ്പ് അവർ തന്നെ നൽകിയിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ പിടിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നതും എക്സൈസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2 ക്രിമിനലുകളെ തന്നെയാണ് എക്സൈസ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ഇവർ പിടിവീഴാൻ കാരണം തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ഫോണ്, അതൊരു സ്ത്രീയുടെ ഫോൺ ഉൾപ്പെടെ അവർ നമ്പർ കരസ്ഥമാക്കിയിരുന്നു. അങ്ങനെ കൊണ്ടുപോയ ഒരു ഫോണിൽ നിന്ന് ഈ സ്ത്രീയെ വിളിച്ച് രാത്രിയിൽ പുറത്തിറങ്ങി വരാൻ പറയുകയും അതിൽ സംശയം തോന്നി അവർ പുറത്തേക്ക് ഇറങ്ങാതെ പിറ്റേ ദിവസം പോലീസിൽ പരാതി നൽകുകയും ചെയ്തതോടെയാണ്. ഏതായാലും ഇവർ നടത്തിയ വലിയ ഇടപാടുകളുടെ, സാമ്പത്തിക തട്ടിപ്പുകളുടെ കണക്കുകളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അനുജ, ശരി. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.